മർലൻ ബ്രാൻഡോയും അൽ പച്ചീനോയും ഇല്ലാത്ത ദ ഗോഡ് ഫാദറിനെ പറ്റി ചിന്തിക്കാനാകുമോ? വീറ്റോ കോളിയോണിയും മൈക്കിൾ കോളിയോണിയുമായി പിന്നെ ആരെത്താനാണ്? ഫ്രാൻസിസ് ഫോർഡ് കോപ്പള ഡയറക്റ്റ് ചെയ്യാത്ത ഗോഡ് ഫാദറിനെ പറ്റി ആലോചിക്കാനാകുമോ? ഓരോ ദിവസവും സ്റ്റുഡിയോ തന്നെ പുറത്താക്കുമോ എന്ന പേടിയിലാണ് ആ സംവിധായകൻ സെറ്റിലെത്തിക്കൊണ്ടിരുന്നത്. സിനിമ ക്യാൻസൽ ചെയ്യുമോ എന്ന് പോലുമുള്ള ആദി. ഇത്തരത്തിൽ ഇന്ന് ക്ലാസിക്കായി വാഴ്ത്തിപ്പാടുന്ന ഒട്ടനവധി സിനിമകളാണ് ഉപേക്ഷിക്കുന്നതിൻ്റെ വക്കിലെത്തിയത്. ടൈറ്റാനിക്, സ്റ്റാർ വാർസ്, ടോയ് സ്റ്റോറി, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റ്. എന്തായിരുന്നു ഈ സിനിമകളെല്ലാം ഉപേക്ഷിക്കാൻ പോയതിൻ്റെ കാരണം? പിന്നെ എങ്ങനെ അവ പ്രൊഡക്ഷൻ പൂർത്തിയാക്കി ഗംഭീര ഹിറ്റായി മാറി? ഗോഡ് ഫാദറിൻ്റെ സമയത്ത് മർലൻ ബ്രാൻഡോയെ ഒഴിവാക്കാനായി പാരാമൗണ്ട് പല രീതിയിൽ ശ്രമിച്ചു. താരത്തിന് ഹോളിവുഡിലുണ്ടായ സ്വാധീനം കുറഞ്ഞതും നിരന്തരമായെത്തിയ പരാജയ ചിത്രങ്ങളുമായിരുന്നു അതിന് പ്രധാന കാരണം. സ്ക്രീൻ ടെസ്റ്റിന് ശേഷം മാത്രമാണ് സ്റ്റുഡിയോ താരത്തെ സിനിമയിലേക്ക് പരിഗണിച്ചത്, അതും പല കണ്ടീഷൻസുമായി. തനിക്ക് പകരം ജാക്ക് നിക്കോൾസൺ, റോബർട്ട് റെഡ്ഫോർഡ്, റയാൻ ഒനീൽ തുടങ്ങിയ താരങ്ങളെയായിരുന്നു സ്റ്റുഡിയോയ്ക്ക് താല്പര്യമെന്ന് അൽ പച്ചീനോ വെളിപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് പച്ചീനോയ്ക്ക് സ്റ്റാർ വാല്യൂ ഉണ്ടായില്ലെന്നതാണ് അതിന് കാരണം. സംവിധായകൻ കോപ്പോളയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹത്തെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. അതേസമയം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയ കൊമേഴ്ഷ്യൽ ഡയറക്ടറെയായിരുന്നു പാരാമൗണ്ടിന് വേണ്ടിയിരുന്നത്. ഇങ്ങനെ പലതരം തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുന്നത്. എന്നാൽ യഥാർത്ഥ മാഫിയയ്ക്ക് തങ്ങളുടെ ബിസിനസ് ഒരു സിനിമയിലൂടെ എക്സ്പോസ്ഡ് ആകുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. അവരുടെ പ്രഷർ കാരണം സിനിമ ക്യാൻസൽ ചെയ്യാൻ വരെ പാരാമൗണ്ട് തീരുമാനിച്ചു. എന്നാൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അക്കൊല്ലത്തെ ഏറ്റവും വലിയ ഗ്രോസറായാണ് ദ ഗോഡ് ഫാദർ മാറിയത്. 3 ഓസ്കാർ അവാർഡും സിനിമ നേടി. അതിലൊന്ന് മികച്ച നടനുള്ള പുരസ്കാരമായിരുന്നു. അന്ന് മർലൻ ബ്രാൻഡോ അത് സ്വീകരിക്കാതിരുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അൽ പച്ചീനോയെ സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് കൊണ്ടുപോയതും ഗോഡ് ഫാദറാണ്. ജെയിംസ് ക്യാമറോണിൻ്റെ എപ്പിക് റൊമാൻസ് ടൈറ്റാനിക് 100 നിന്ന് 200 മില്യൺ ഡോളറിലേക്ക് കുതിച്ച ബജറ്റ് തന്നെയായിരുന്നു സിനിമയെ പിന്നിലേക്ക് വലിച്ച ആദ്യത്തെ ഫാക്ടർ. 20th സെഞ്ച്വറി ഫോക്സിന് അത് ഒറ്റയ്ക്ക് താങ്ങാനായില്ല. അവർ ഫൈനാൻഷ്യൽ ബാക്കിങ്ങിനായി പാരാമൗണ്ടിനെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തി. മണിക്കൂറുകളോളം വെള്ളത്തിലുള്ള ഷൂട്ടായതിനാൽ കേറ്റ് വിൻസ്ലെറ്റ് അടക്കമുള്ള താരങ്ങൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതും ഷൂട്ടിനിടെ സ്കെഡ്യൂളുകളെല്ലാം തകിടം മറിച്ചു. സിനിമയുടെ റൺ ടൈം കട്ട് ചെയ്ത് കുറയ്ക്കാൻ സ്റ്റുഡിയോ ആവശ്യപ്പെട്ടെങ്കിലും ക്യാമറൂൺ അതിന് സമ്മതിച്ചില്ല. തൻ്റെ സാലറി അടക്കം അദ്ദേഹം സിനിമയ്ക്കായി സാക്രിഫൈസ് ചെയ്തു. സമ്മർ റിലീസായിരുന്നു പ്ലാൻ ചെയ്തത്. അത് വൈകിയതും സിനിമ പ്രതിസന്ധിയിലാണെന്ന ആളുകൾക്കിടയിൽ ചർച്ചയ്ക്ക് കാരണമായി. ഒടുവിൽ ഡിസംബറിൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഗംഭീര റെസ്പോൺസ് ലഭിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായി മാറി. 11 ഓസ്കറും ടൈറ്റാനിക് സ്വന്തമാക്കി. യൂണിവേഴ്സൽ, ഡിസ്നി, യുണൈറ്റഡ് ആർട്ടിസ്റ്റ് 3 മേജർ സ്റ്റുഡിയോകളാണ് സ്റ്റാർ വാർസിനെ നിരസിച്ചത്. ഒടുവിൽ ആ സ്പേസ് ഒപ്പേറയെ ഫോക്സ് ഏറ്റെടുത്തു. പക്ഷേ അപ്പോഴും ജോർജ് ലൂക്കാസിൻ്റെ സ്ക്രിപ്റ്റ് ഒരു മെസ്സായിരുന്നു. പലതവണ റീറൈറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റുഡിയോ സിനിമയുമായി മുന്നോട്ട് പോയത്. സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ട താരങ്ങൾക്ക് പോലും സിനിമ വിജയമാകുമെന്ന് ഉറപ്പില്ലായിരുന്നു. അക്കാലത്ത് നിലനിന്ന വിഷ്വൽ എഫക്ട് ടെക്നിക്കുകൾ ലൂക്കാസിൻ്റെ വിഷനെ സപ്പോർട്ട് ചെയ്തില്ല. അതിനായി പുതിയ ടെക്നോളജി വികസിപ്പിക്കേണ്ടി വന്നു. സിനിമയുടെ ഫസ്റ്റ് കട്ടിനെ നേരിട്ടത് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം ആയതിനാൽ വലിയൊരു ഭാഗം റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനെല്ലാം ശേഷമാണ് സ്റ്റാർ വാർസ് തിയേറ്ററുകളിലെത്തിയത്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മാറിയ ചിത്രം 7 അക്കാദമി അവാർഡുകളും സ്വന്തമാക്കി. ആദ്യ ഭാഗത്തിൻ്റെ ഗംഭീര ഹിറ്റിന് ശേഷം രണ്ടാം ഭാഗം റിലീസ് ചെയ്യാനിരിക്കവെയാണ് ടോയ് സ്റ്റോറി 2 സിനിമ തന്നെ കളഞ്ഞു പോകുന്നത്. ഫൈനൽ എഡിറ്റിൻ്റെ സമയത്ത് അബദ്ധത്തിൽ റോങ് കമാൻഡ് നൽകിയതോടെ സെൻട്രൽ സെർവറിൽ നിന്ന് സിനിമയുടെ പ്രൊഡക്ഷൻ ഫയൽസ് ഡിലീറ്റ് ആകാൻ തുടങ്ങി. ആ മിസ്റ്റേക്ക് നോട്ടീസ് ചെയ്യുന്ന സമയം കൊണ്ട് ഏകദേശം 90% ഡാറ്റ ഇറേസ് ചെയ്യപ്പെട്ടു. ഇനി ഈ സിനിമ എങ്ങനെ ഇറക്കുമെന്ന കൺഫ്യൂഷനിലായിരുന്നു സ്റ്റുഡിയോ. മെറ്റേണിറ്റി ലീവിലായിരുന്ന ടെക്നിക്കൽ ഡയറക്ടർ ഗേലിൻ സുസ്മൻ്റെ വീട്ടിലെ സിസ്റ്റത്തിൽ സിനിമയുടെ ഒരു ബാക്കപ്പ് കോപ്പി ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തെടുത്താണ് ടോയ് സ്റ്റോറി 2 പുറത്തിറക്കിയത്. 40-ലധികം സ്റ്റുഡിയോകളാണ് യൂണിവേഴ്സലിൻ്റെ ബാക്ക് ടു ദ ഫ്യൂച്ചർ റിജക്റ്റ് ചെയ്തത്. വാൾട്ട് ഡിസ്നി അടക്കം അതിലുണ്ട്. ടൈം ട്രാവൽ വർക്കാവില്ലെന്നതായിരുന്നു അതിൽ ഭൂരിഭാഗം പേരുടെ നിരീക്ഷണം. പിന്നീട് കഥ ഇഷ്ടപ്പെട്ട സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ സഹായത്തോടെയാണ് സിനിമ പ്രൊഡക്ഷൻ ആരംഭിച്ചത്. എറിക് സ്റ്റോൾസ് ആയിരുന്നു ആദ്യം മാർട്ടി മക്ഫ്ലൈ ആയി എത്തിയത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ മാറ്റി മൈക്കിൾ ജെ ഫോക്സിനെ കാസ്റ്റ് ചെയ്തതോടെ ഒരുപാട് സീനുകൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇത് സ്റ്റുഡിയോയ്ക്ക് വീണ്ടും നഷ്ടം വരുത്തിവെച്ചു. പ്രശ്നങ്ങളെല്ലാം മറികടന്ന് സിനിമ പുറത്തിറങ്ങിയപ്പോൾ അക്കൊല്ലത്ത് ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായാണ് ബാക്ക് ടു ദ ഫ്യൂച്ചർ മാറിയത്. 90കളിൽ യാത്ര ആരംഭിച്ചതാണ് ടോം ഹാർഡിയുടെ മാഡ് മാക്സ് ഫ്യൂരി റോഡ്. 98-ൽ ക്രിയേറ്റീവ് ടീം സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. 2003-ൽ ഷൂട്ട് പ്ലാൻ ചെയ്തു. ഇതിനിടെ സംഭവിച്ച 9/11 പ്ലാനുകളെല്ലാം തകിടം മറിച്ചു. ഇൻഷുറൻസ് ലഭിച്ചില്ല, വെഹിക്കിളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായില്ല. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ സിനിമയെ വലച്ചു. അങ്ങനെ സിനിമയുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. ഇതിനിടെ സംവിധായകൻ 2 സിനിമകൾ സംവിധാനം ചെയ്തു. പിന്നെ വർഷങ്ങൾക്കിപ്പുറം ടോം ഹാർഡിയിൽ എത്തിച്ചേർന്ന ക്രൂ സിനിമയ്ക്ക് ജീവൻ നൽകുകയായിരുന്നു. ലോർഡ് ഓഫ് ദ റിങ്സ്, ജോസ്, ഇനിയുമുണ്ട് ഇത്തരത്തിൽ പ്രൊഡക്ഷന് മുന്നേ തന്നെ ഉപേക്ഷിക്കാൻ പോയ ഒട്ടനവധി സിനിമകൾ. ഇവയെല്ലാം റിലീസിന് ശേഷം റെക്കോർഡ് കളക്ഷനും അഭിപ്രായവുമാണ് നേടിയത്. അന്ന് ഈ സിനിമകളെല്ലാം സംഭവിക്കാതിരുന്നെങ്കിലോ, പ്രൊഡക്ഷൻ ഹൗസുകൾ അവയ്ക്ക് ഗ്രീൻ ലൈറ്റ് നൽകാതിരുന്നെങ്കിലോ എന്താകുമായേനെ ഈ സിനിമകളുടെ എല്ലാം വിധി?